കുഞ്ഞി പതുക്കെ ചെയ്യണേ. കുഞ്ഞി ഇപ്പൊ ഇടല്ലേ, എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായെന്ന് എങ്ങനെ അറിയും? ചെറിയൊരു കഷ്ണം ഒന്ന് ഇട്ടു നോക്ക്. കുറച്ചിടട്ടെ എണ്ണയിലേക്ക്. നല്ല കാറ്റ്. ഇത് കത്തുന്നില്ലല്ലോ. കത്തുന്നില്ല. ഇത് ഭയങ്കര തീയ, എടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി പതുക്കെ. സാരമില്ല ചേച്ചി, നീർന്നു. സൂക്ഷിച്ച് പൊള്ളല്ലേ. ഇപ്പൊ ചൂടാവൂലേ? ആ പോക. എന്തായി, നിങ്ങളുടെ പാചകം കഴിഞ്ഞോ? ഇല്ല ഏട്ടാ, തുടങ്ങുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് മാറ, ഞാൻ ചെയ്യാം. ഏയ് വേണ്ട, ഏട്ടനെ എടുത്ത് അമ്മയ്ക്ക് ഇന്ന് ഇവിടെ റോളില്ല. നിങ്ങൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടം ഞങ്ങളിതാ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വാ കുഞ്ഞി, വാ. എടുത്തിമ്മേ വാ. എടുത്തിമ്മേ വാ. ഏട്ടാ വാ. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. അതിനൊക്കെ ആവശ്യമുണ്ട് ഏട്ടാ. ചെല്ല്. വാ. എന്താ? വാ. എങ്ങോട്ടാ പോണേ? വാ. ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ? ഒന്ന് വാ ഏട്ടാ. വാ ഇരിക്കും. ഇനി യുവമിഥുനങ്ങൾ ആവശ്യം പോലെ പ്രണയിച്ചോളൂ. ഭക്ഷണം തയ്യാറാകുമ്പോ ഞങ്ങൾ വിളിച്ചോളാം. അല്ല ഞങ്ങള് കുഞ്ഞി വാ. സ്വർഗത്തിലെ കട്ടറും അത് വാ. അതെ, ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങൾ സഹായിക്കാം. അവിടെ ഇരിക്കേ. ഇതാ. അയ്യോ ചൂടായോ? ഗിരിയേട്ടാ, പോയ കാര്യം എന്തായി? അതറിയാനാ ഞാനിവിടെ വെപ്രാളപ്പെട്ടിരുന്നത്. വിളിച്ചിട്ട് കിട്ടാതോടെയായപ്പം എന്റെ ടെൻഷൻ കൂടി. എന്തായി? സിധുവിനെ കണ്ടോ? ഈശ്വര, സിദ്ധാർത്ഥൻ ഡോക്ടർ ഒരു ചതിയനാണെന്നുള്ള കാര്യം മാറുവിനോട് ഞാൻ എങ്ങനെ പറയും? നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. ഗിരിയേട്ടൻ എന്തൊന്നും പറയാത്തത്? അത് ഏട്ടത്തിയമ്മ ഇപ്പൊ ഏട്ടനോട് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഏട്ടത്തിയമ്മ പറഞ്ഞത് ഏട്ടൻ എന്താ ഇത്ര വൈകിയത്? ഏട്ടനെ കാണാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ. എന്റെ ഹൃദയം ഏട്ടനെ ഓർത്ത് ഓരോ നിമിഷം ഇരിക്കുകയായിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്. ചേച്ചി ആള് കൊള്ളാലോ. നോക്ക് നോക്ക്, അവർ പ്രണയിക്കുന്നത് നോക്ക്. എന്തെങ്കിലും പറയ് ഗിരിയേട്ടാ, സിധുവിനെ കണ്ടോ?